ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലേക്ക് ഏകദേശം ഒരു മാസത്തെ വെക്കേഷനാണ് ഞങ്ങൾ യാത്രയാകുന്നത്. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഏകദേശം ഒരു മാസത്തിനടുത്ത് നമ്മൾ പ്രിപ്പറേഷന് ശേഷമാണ് നമ്മൾക്ക് നാട്ടിലേക്ക് പോകാൻ ഏകദേശം നമുക്ക് ഒന്ന് റെഡി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രവാസികളായിട്ടുള്ള എല്ലാവരുടെയും ഒരു കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നാട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ഒരു പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല നമ്മൾ എന്തുമാത്രം പ്ലാനും പ്രിപ്പറേഷനോടും കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ നാട്ടിലെത്തുക എന്നുള്ളത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നു. ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനും നമ്മൾക്ക് ആവശ്യത്തിനൊക്കെ വാങ്ങിക്കൂട്ടുകയും നാട്ടിൽ കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് വേണം നാട്ടിൽ പോകാനായിട്ട്. പ്ലാൻസും പെറ്റ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ആരെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുക, അതൊക്കെ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അതനുസരിച്ച് സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത്രയ്ക്കും നമ്മൾക്ക് നാട്ടിൽ പോയി നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്രയും എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പല റെസ്പോൺസിബിലിറ്റീസാണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രിയപ്പെട്ട കുടുംബത്തെ കാണുക, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണുക, കുട്ടികളെ കാണുക എന്നൊക്കെ ഉള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും വളരെ അവരിങ്ങനെ ഓരോ നിമിഷവും വെയിറ്റ് ചെയ്യായിരിക്കും നാട്ടിലെത്താനായിട്ട്. അപ്പോൾ ചിലരൊക്കെ നമുക്കിപ്പം വെള്ളിയാഴ്ചയാണ് ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തന്നെ അവർ യാത്ര ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവേഴ്സ് കൂടുതൽ കിട്ടി അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ യാത്ര ചെയ്യുന്നത്. ചിലരാകട്ടെ ഇവിടെ ഫാമിലിയൊക്കെ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ച ലീവ് തുടങ്ങുകയാണെങ്കിൽ അവർ ഞായറാഴ്ച ആയിരിക്കും യാത്ര ചെയ്യുള്ളൂ. കാരണം ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ അത് മാത്രമല്ല, അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പതുക്കെ സമാധാനപരമായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവർ പോവാറ്. ചില ആളുകൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പം ഞായറാഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവർ ഞായറാഴ്ച രാവിലെ ഇവിടെ ലാൻഡ് ചെയ്ത് അന്ന് തന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ വന്ന് വീടൊക്കെ ഒന്ന് സെറ്റാക്കി പതുക്കെയാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ നാട്ടിൽ പോകുമ്പോഴും അതുപോലെ ഫാമിലി ആയിട്ട് പോകുന്നവർ നാട്ടിൽ പോകുമ്പോഴും വളരെ വ്യത്യാസമുണ്ട്. എന്തായാലും നാട്ടിൽ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അവരൊന്നും ജീവിച്ചിരിപ്പില്ലെങ്കിൽ നമ്മൾക്ക് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എത്ര ഇൻലോസ് ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ സ്വന്തം പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾക്ക് വളരെ കുറവായിരിക്കും. എനിവേ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു വ്യൂ ആണ്. അപ്പം കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ദുബായ് വഴിയാണ് പോകുന്നത്. ദുബായിൽ ഏകദേശം ഒരു 1 hour ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഉണ്ട്. അപ്പം മേളിൽ നോക്കുമ്പോൾ കുവൈറ്റ് അതിമനോഹരം എന്നൊന്നും പറയാനില്ല. പക്ഷേ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. പക്ഷേ എങ്കിൽ പോലും കുവൈറ്റ് നമ്മളിപ്പോഴും സ്നേഹിക്കുന്നു. കുവൈറ്റിലിപ്പോൾ വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 50 അടുത്തുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത്. പക്ഷേ ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ നമുക്കറിയാം. പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഗവൺമെൻറ് അവർക്ക് അനുകൂലമായിട്ട് പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രാവിലെ ഒരു 9-10 മണി വരെയൊക്കെ അവർക്ക് ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. ഏർലി ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ പോലും വളരെ നേരത്തെ തന്നെ ജോലി നിർത്തണമെന്നുള്ളതാണ് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ. അത്രയ്ക്ക് നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുളിര് തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നല്ല തണുപ്പാണല്ലോ. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ AC വീട് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് കാര്യങ്ങൾ എന്നുള്ളതല്ല, മഴയുണ്ടല്ലോ. അപ്പോൾ പ്രവാസികൾക്ക്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മഴ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കുവൈറ്റിലുള്ളവർക്കറിയാം, മഴ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം മഴ പെയ്താൽ പോലും നമുക്ക് മഴ അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റാറില്ല. കാരണം നമ്മളൊക്കെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് മഴയൊക്കെ നമുക്ക് നേരിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നാട്ടിൽ തന്നെ പോയേ പറ്റൂ. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ, അല്ലെങ്കിൽ മഴയത്ത് കുട്ടികളൊക്കെ ഇറങ്ങി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഡ്രീമുകളൊക്കെയാണ് കേട്ടോ നാട്ടിൽ പോകുമ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു. നമ്മൾ ഒത്തിരി സാധനങ്ങൾ
പാക്ക് ചെയ്യുന്നു. ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നമുക്കറിയാം പ്രവാസികൾക്ക് പണ്ടേ ഉള്ള ഒരു കാര്യമാണ് സാധനങ്ങൾ വാങ്ങുക, നാട്ടിലുള്ളവർക്ക് കൊടുക്കുക. പക്ഷേ പണ്ടത്തെ ഒരു അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ നാട്ടിലുള്ളതെന്നുള്ളത് എല്ലാ പ്രവാസികളും തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. കാരണം ഇവിടുത്തെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്. ഇതിനേക്കാളും ചില കാര്യങ്ങളിൽ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കാര്യം. ചില സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ ക്വാളിറ്റി എന്താ പറയുക, ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഗൾഫ് കൺട്രീസിലെ സാധനങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. പക്ഷേങ്കിൽ കുറേ സാധനങ്ങൾ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം നമ്മളുടെ പ്രൈസും. പിന്നെ പ്രൈസ് അവിടെ കുറവാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി വളരെയധികം കോംപ്രമൈസ്ഡ് ആയിരിക്കും നാട്ടിലത്തെ ഐറ്റംസിന്. ഇനി നമ്മളിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ട്രഡീഷണലി ഇത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് പല പ്രവാസികൾ നേരിടുന്നതായിരിക്കും. പിന്നെ പ്രവാസികൾക്ക് അതായത് ഇവിടെ വളരെ കഷ്ടപ്പെടുന്ന ഏറ്റവും മിനിമം തുച്ഛമായ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവർക്കെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ റിലേറ്റീവ്സിന് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ദുബായിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഏകദേശം ഒരു ഇതിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് വളരെ വ്യത്യാസമുള്ള ഒരു രാജ്യമാണ്, വളരെ ഡെവലപ്ഡ് കൺട്രിയാണ്. എങ്കിൽ പോലും ഗൾഫ് കൺട്രീസ് എല്ലാം തന്നെ ബേസിക്കലി അവർക്കൊരു മരുഭൂമിയിൽ നിന്നും അവർ ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറും രാഷ്ട്രമൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഓരോ രാജ്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏതായാലും ദുബായ് വഴി നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ദുബായ് ത്രൂ യാത്ര ചെയ്യുന്നത്. ദുബായ് എയർപോർട്ടും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏതായാലും അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവാണ്. ഇപ്പം ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഫ്ലൈറ്റിൽ നമുക്ക് സംഭവിക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയോടെ, ഇപ്പോൾ കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും അപകടങ്ങൾ ഏത് സമയത്ത് നമുക്ക് സംഭവിക്കാം. അതൊക്കെ ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾക്കറിയാം, നമ്മൾ ആകാശത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്, അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അതാണ് അവസ്ഥ. പക്ഷെ എന്തായാലും ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മനസ്സിൽ ഒരു മാസം നമ്മൾ നാട്ടിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള പ്ലാനുകളാണ് മനസ്സിൽ കൂടുതലായിട്ടുള്ളത്. നമുക്കപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് മെഡിക്കൽ കാര്യങ്ങൾ, ഡെൻറ്റൽ, ഒഫ്താൽമോളജി, അങ്ങനെ പല ചെക്കപ്പ്, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയാണ്. നാട്ടിലെ ആ വീടും പരിസരങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷവും കുളിർമയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മാസം എങ്ങനെയായിരിക്കും, മഴ നന്നായിട്ട് ഉണ്ടായിരിക്കുമോ, അതെയോ മഴയും ചൂടുമായിരിക്കുമോ, അതെയോ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ മാസം നമുക്ക് നോക്കാം. അപ്പോൾ സന്തോഷം നിറഞ്ഞ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു വെക്കേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ മോൻ്റെ അഡ്മിഷനൊക്കെ ഞങ്ങൾക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ എണ്ണി ചുട്ട അപ്പം എന്നുള്ള രീതിയിലുള്ള വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് വളരെ മീനിങ് ഫുള്ളായിട്ട് ചിലവഴിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസത്തെ കാര്യങ്ങൾ, ഓരോ ദിവസത്തെ ഇല്ലെങ്കിൽ പോലും മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഹൃദയത്തിൽ നിന്നും വളരെ വലിയൊരു താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ.